ഹലോ എവരി വൺ, എല്ലാവർക്കും അരുണാചൽ മല്ലു എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി ബിരിയാണി ആയിട്ടാണ്. എന്താണെന്ന് ആർക്കെങ്കിലും മനസ്സിലായോ? ഇതാണ് ഷാജഹാനി ബിരിയാണി, ഡൽഹി ആഗ്ര സ്റ്റൈൽ. ഇത് കഴിഞ്ഞ ദിവസം ഞാൻ കൈരളി ചാനലിൽ ബിരിയാണി ക്വീൻ എന്ന മത്സരത്തിൽ ഒരാൾ ഉണ്ടാക്കിയത് കണ്ടതാണ്. ഭയങ്കര ടെംപ്റ്റിംഗ് ആയിട്ട് തോന്നി. അപ്പോൾ അതെനിക്ക് ഉണ്ടാക്കി നോക്കണമെന്ന് തോന്നി. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടത് മട്ടനാണ്. ഞാനൊരു 1.25 കിലോ മട്ടൻ എടുത്തിട്ടുണ്ടായിരുന്നു. അത് നല്ല കഴുകി വൃത്തിയാക്കി ഉപ്പും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കുരുമുളക് പൊടി ഇട്ട് നല്ലതുപോലെ ഒന്ന് തിരുമ്മിയിട്ട് അത്യാവശ്യം വെള്ളം ഒഴിച്ചിട്ട് കുക്കറിൽ വേവിച്ചെടുക്കണം. അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ നല്ലതുപോലെ ഒഴിക്കണം, കാരണം ഇതിൻ്റെ സ്റ്റോക്കാണ് നമ്മൾ ചോറുണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. അതുപോലെ മട്ടൻ വേവാൻ അറിയാലോ, ഏകദേശം ഒരു 8 വിസിലോളം ഒക്കെ വേണ്ടി വരും നമ്മൾ മട്ടൻ നന്നായിട്ട് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനിതാ എല്ലാം നല്ല തിരുമ്മി യോജിപ്പിച്ച് കുക്കർ അടച്ച് വെച്ചിട്ട് മട്ടൻ നല്ലതുപോലെ വേവിച്ചെടുത്തു. ഇപ്പോൾ ഇതാ നമ്മുടെ മട്ടൻ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്, നന്നായിട്ട് വെന്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇതിൽ നിന്ന് മട്ടൻ്റെ സ്റ്റോക്കും സെപ്പറേറ്റ് ചെയ്തു. ഈ മട്ടൻ്റെ സ്റ്റോക്ക് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ റൈസ് ഉണ്ടാക്കുന്നത്. ഇനി നമുക്ക് മട്ടൻ മസാല തയ്യാറാക്കാൻ തുടങ്ങാം ബിരിയാണിയിലേക്കുള്ളത്. അതിലേക്കായിട്ട് ഞാനൊരു കടായി അടുപ്പത്തേക്ക് വെച്ചു. അതിനുശേഷം ഓയിൽ ഒഴിച്ചു. അതിനുശേഷം ഒരു 4 സബോള, അത്യാവശ്യം വലിയ സബോളയാണ്, അതെടുത്തിട്ട് ഞാൻ 2 ഭാഗമായിട്ടാണ് ഫ്രൈ ചെയ്തെടുത്തത്. എന്നിട്ട് ഈ ഉള്ളി നൈസായി അരിഞ്ഞ് നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇത് ആദ്യത്തെ ബാച്ച് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 പ്രാവശ്യമായിട്ട് ഞാൻ ഉള്ളിയൊക്കെ ഫ്രൈ ചെയ്തെടുത്തു. ഇനി അതേ എണ്ണയിലേക്ക് തന്നെ കുറച്ചുകൂടെ ബട്ടർ ഇട്ടിട്ട് ഒന്ന് മെൽറ്റാക്കി എടുക്കുക. അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് നല്ലതുപോലെ അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കിയെടുക്കണം. ശേഷം നല്ലതുപോലെ പഴുത്ത 2 വലിയ തക്കാളി, അല്ലെങ്കിൽ മീഡിയം സൈസൊക്കെയാണ് ഒരു 3-3.5 എടുക്കാം. നല്ലതുപോലെ സ്ലൈസ് ചെയ്ത് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇടണം. ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കണം. മൂടി വെച്ചിട്ട് നല്ലതുപോലെ മാഷ് ആവുന്നത് വരെ നമ്മൾ വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഇത് കണ്ടോ, നല്ലതുപോലെ അലിഞ്ഞ് ചേർന്നിട്ടുണ്ട് നമ്മുടെ തക്കാളി. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാനുള്ളത് കാശ്മീരി മുളക് പൊടിയാണ്. 1 സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ചേർത്തത്. അതിനുശേഷം നമ്മൾ ടൊമാറ്റോ സോസ് വേണം ചേർക്കാൻ. ഒരു 1.5 to 2 സ്പൂൺ ടൊമാറ്റോ സോസ് നമ്മൾ ചേർത്ത് നല്ലതുപോലെ ഇളക്കണം. അതിനുശേഷം നാരങ്ങാനീര് പിഴിഞ്ഞ് ചേർക്കണം. അതിനുശേഷം ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഒണിയൻ ചേർത്തിട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ മസാല റെഡിയായി. ഇതിൽ അധികം പൊടിയും കാര്യങ്ങളൊന്നും വേണ്ട. ഇനി നമുക്കിതിലേക്ക് മട്ടൻ ഇട്ടിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം മല്ലിയിലയും കൂടെ ചേർത്ത് നല്ലതുപോലെ ഇളക്കിയാൽ നമ്മുടെ മസാല റെഡിയായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മസാല. ഇനി നമുക്ക് റൈസ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ ഒരു ചെരുവ അടുപ്പിലേക്ക് വെച്ചിട്ട് ബട്ടറും നെയ്യുമാണ് ചേർക്കേണ്ടത്. എനിക്ക് തോന്നുന്നു അതാണ് ഈ റൈസിന് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്നത്. ബട്ടറും നെയ്യുമാണ്, അല്ലാതെ ഓയിലൊന്നും ചേർക്കുന്നില്ല ഇതിൽ. അതിനുശേഷം ഹോൾ സ്പൈസസ് ആയിട്ടുള്ള പട്ട, ഗ്രാമ്പു, ഏലക്കായ, കുരുമുളക്, ചെറിയ ജീരകം, ബേ ലീഫ് എന്നിവ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മൂപ്പിക്കുക. അതിനുശേഷം ഒരു സബോള നൈസായി കട്ട് ചെയ്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുശേഷം ബസ്മതി റൈസ് ചേർത്ത് ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ 2 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അത് 20 മിനിറ്റോളം കുതിരാൻ വെച്ചു. അതിനുശേഷം നല്ലതുപോലെ അരിച്ചെടുത്ത് നമ്മൾ ഇട്ടതാണിത്. ഇത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മട്ടൻ സ്റ്റോക്ക് ഉണ്ടല്ലോ, അത് ചേർക്കണം. അപ്പോൾ ഞാൻ അളന്ന് വെച്ചിട്ടുണ്ട്. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള കണക്കിലാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. കുതിർത്ത് വെച്ചാൽ 1.5 ഗ്ലാസ് വെള്ളമൊക്കെ മതിയാവും. കുതിർത്ത് വെച്ചിട്ടില്ലെങ്കിൽ ഒരു 2 ഗ്ലാസ്സൊക്കെ ചേർക്കണം. പിന്നെ നമുക്ക് പാകത്തിന് ഉപ്പ് ചേർക്കണം. ഈ ചോറിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കുമ്പോൾ നല്ലതുപോലെ ശ്രദ്ധിക്കണം. മട്ടൻ സ്റ്റോക്കിലും അത്യാവശ്യം ഉപ്പുണ്ടാവും, കാര്യം നമ്മൾ മട്ടൻ വേവിക്കുന്ന സമയത്ത് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നല്ലോ. ഇനി നമ്മളിതിലേക്ക് ചെറുനാരങ്ങാനീര് ചേർക്കണം, റൈസ് ഒന്നും മുട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതെല്ലാം ചേർത്തിട്ട് നല്ലതുപോലെ വേവാൻ വേണ്ടി വെക്കണം. അരി ഏകദേശം ഒരു പകുതി വേവായി വരുമ്പോൾ മല്ലിയില ചേർത്തിട്ട് ഒന്ന് ഇളക്കി മൂടി വെച്ച് വേവിക്കുക. ഇപ്പോൾ നമ്മുടെ അരി ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ദം ചെയ്യാം. ആദ്യം കുറച്ച് നെയ്യിടുക. അതിനുശേഷം അണ്ടിപ്പരിപ്പ്, മുന്തിരി നെയ്യിൽ വറുത്തതാണ്. അതിനുശേഷം
മല്ലിയിലയും ചേർക്കണം. പിന്നെ നമ്മൾ ഈ ആഗ്ര സ്റ്റൈൽ ഷാജഹാനി ബിരിയാണിയിൽ ദം ചെയ്യുമ്പോൾ മസാല ഇടുന്നത് റൈസിൻ്റെ മുകളിലേക്കാണ് കേട്ടോ, അടിയിലല്ല ഇടുന്നത്. ഇതുപോലെ സെർവ് ചെയ്യുന്നതും ഇങ്ങനെ തന്നെയാണ്, റൈസ് അടിയിലും മസാല മുകളിലുമായിട്ട്. അപ്പോൾ ഇതാ ഞാനിതുപോലെ മുകളിലേക്കാണ്, റൈസിൻ്റെ മുകളിലേക്കാണ് മട്ടൻ മസാല ഇട്ട് കൊടുത്തത്. പിന്നെ ഞാൻ ഒരു കാര്യം വിട്ടുപോയിട്ടുണ്ടായിരുന്നു പറയാൻ. അരി വേവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഹോൾ സ്പൈസസ് ഒക്കെ ഇടുമല്ലോ, ആ സമയത്ത് അരിഞ്ഞു വെച്ച ബദാം ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് പറയാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ റൈസിൻ്റെ മുകളിൽ ഇതുപോലെ മട്ടൻ മസാല വെച്ച് അതിന് മുകളിൽ കുറച്ച് ക്രീമും ചേർത്തിട്ട് ഒരു 10 മിനിറ്റ് ദം ചെയ്യാൻ വെക്കാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ ബിരിയാണി. എന്ത് എളുപ്പമാണെന്ന് നോക്കിയേ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഈ ബിരിയാണി. ഷാജഹാൻ മുംതാസിന് സ്നേഹത്തോടെ തയ്യാറാക്കി കൊടുത്ത ഒരു ബിരിയാണിയാണിത്. അപ്പോൾ നമ്മളിത് കഴിച്ചിട്ടില്ലെങ്കിൽ മോശമല്ലേ. അപ്പോൾ എന്തായാലും അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. മട്ടൻ്റെ ആ ഫ്ലേവർ റൈസിലൊക്കെ നല്ലതുപോലെ ഉണ്ടായിരുന്നു. പിന്നെ ക്രീമിൻ്റെ ടേസ്റ്റും എല്ലാം കൂടെ ആയപ്പോൾ ഒരു റിച്ച് റോയൽ ടേസ്റ്റ് ആയിരുന്നു ബിരിയാണിക്ക്. അപ്പോൾ സാലഡും പുഴുങ്ങിയ മുട്ടയൊക്കെ ചേർത്തിട്ടാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം ഈ ബിരിയാണി, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ ക്രിസ്മസിന് അത്ര ഫെമിലിയർ അല്ലാത്ത ഒരു വെറൈറ്റി ബിരിയാണി നമുക്ക് ട്രൈ ചെയ്യാം. ഈ ബിരിയാണി ട്രൈ ചെയ്ത് നോക്ക്, ഒരു വെറൈറ്റി ആവും, എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെടുകയും ചെയ്യും. നല്ല റിച്ച് റോയൽ ലുക്കിൽ നമുക്ക് എല്ലാവരുടെയും മുന്നിൽ സ്റ്റാർ ആവാൻ ഈ ബിരിയാണി മാത്രം മതി. പിന്നെ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇനിയും ഇതുപോലെയുള്ള നല്ല വീഡിയോകളായിട്ട് ഞാൻ വരാം, വെറൈറ്റി വീഡിയോകളൊക്കെ ആയിട്ട് ഞാൻ വരാം. ഓക്കെ, ബൈ.